അഫാന്റെ പിതാവ് അബ്ദുൾ റഹ്മാൻ നാട്ടിലെത്തി. അതിനുശേഷം അദ്ദേഹം ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി അഫാന്റെ മാതാവിനെ കണ്ടു. ഈ സമയം മാതാവ് പറയുന്നത് തനിക്ക് കട്ടിലിൽ നിന്നും വീണു പരിക്കേറ്റു എന്നാണ്. അല്ലാതെ അഫാനെ കുറ്റപ്പെടുത്തുവാനോ ആ കൊലപാതക ശ്രമത്തെക്കുറിച്ച് പറയാനോ ഒന്നും ഉമ്മ തയ്യാറായിട്ടില്ല. അങ്ങനെ അവസാന ഘട്ടത്തിലും അഫാനെ സംരക്ഷിക്കുകയാണ് ആ ഉമ്മ. ശ്രീത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ശ്രീത്ത് ഞാനും പോരാ, നമ്മളൊരു 20 എല്ലാം ക്രോസ് ചെയ്തവരാണല്ലോ. ഇന്നത്തെ യുവതലമുറ, പ്രത്യേകിച്ച് +2 കോളേജിൽ പഠിക്കുന്ന ആ കാലഘട്ടം, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, +2 പഠിക്കുന്ന SSLC, അതായത് ഒരു 15 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ വളരെ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ടുന്ന, ആരാധിക്കേണ്ടുന്ന, ബഹുമാനിക്കേണ്ട ഒരു ഉമ്മയുടെ പേരാണ് ഈ അഫാൻ്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ. ഒരു കാരണവശാലും അവർ തള്ളി പറയുന്നില്ല. ആദ്യം അവർക്ക് ബോധം വീണു, ഇപ്പോൾ 2-3 ദിവസമായല്ലോ ബോധം വീണിട്ട്. ആദ്യ ബോധം വീണപ്പോൾ തന്നെ അവർ ചോദിച്ചത് മക്കൾ എവിടെ. സ്ഥലം MLA അവിടെ ചെന്നിരുന്നു. MLA യോട് ചോദിച്ചത് ചുണ്ടനക്കെയാണ് ചോദിച്ചത്. ഇവിടെ ചോദിക്കാന്ന് പറഞ്ഞാൽ വലിയ ചോദ്യമല്ലല്ലോ. അതും ഈ ഉമ്മയെ സമ്മതിക്കണം അല്ലേ? കാരണം ആദ്യം ആ ഉമ്മയുടെ കഴുത്തിൽ ഇത് ഷാൾ ചുറ്റി, അവരെ തലക്കടിച്ചു, അവരെ ചുറ്റികയിലടിച്ചു. ഒരുപാട് പല സമയത്താണോ? ആദ്യം രാവിലെ ആയിരുന്നു ഈ ഷോൾ ഇട്ടത്. അടുത്ത് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നാണ് ഈ കൊല്ലുന്നതല്ല ഈ ആക്രമണം കൊണ്ട് അടിക്കുന്നത്. അപ്പോൾ വല്ലാതെ പല സമയത്തും വല്ലാതെ ആക്രമണം നേരിട്ടിട്ടും MLA യോട് ചോദിക്കുന്ന എന്താണ്? മക്കൾ 2 കുട്ടികളെയും ചോദിക്കുകയാണ്. ഇപ്പോഴും പറയുന്നത് എന്താണ്? കട്ടിലിൽ നിന്ന് വീണുവെന്നാണ്. ക്രൂരമായ കൊലപാതകം നടത്തി ജയിലിൽ കിടക്കുന്ന മക്കളെ കാണാൻ അമ്മമാർ പോകാറുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. ഒരിക്കലും അമ്മ ആരെ തള്ളിപ്പറയാറില്ല, മക്കളെ തള്ളിപ്പറയാറില്ല. അതാണ് മാതൃത്വം. ഒരുപക്ഷെ അത് ഭാരതം ലോകത്തിന് നൽകുന്ന സംഭാവന എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്ത് ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു സംഭാവന നൽകാനില്ല. ഈ മകൻ എന്താണ് അങ്ങനെ തിരിച്ചറിയാത്തത്? മകൻ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ മകൻ ഇപ്പോഴും കുറ്റബോധത്തിലേക്ക് വന്നിട്ടില്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ MDM അടിച്ചു. പക്ഷെ അയാൾ 2 ദിവസം കൊണ്ട് എന്തിൽ തിരിച്ചു വന്നു? ഒരു കുറ്റബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അച്ഛനോട് സംസാരിച്ച് 2-2.5 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. കൂട്ടുകാരെയൊക്കെ തിരിച്ചിട്ടുണ്ടാൻ പോവുകയാണ്. അത് വേറെ വാർത്തയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മകനെ സംബന്ധിച്ചിടത്തോളം, അഫാനെ സംബന്ധിച്ചിടത്തോളം, അഫാൻ ഇപ്പോഴും ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ വന്നിട്ടില്ല. അദ്ദേഹം MDM പോലുള്ള വസ്തുക്കളൊന്നും അടിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മദ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ മദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പെയാണ് രാവിലെ ആരോ ഉപദ്രവിച്ചിരിക്കുന്നത്? ഉമ്മയെ ഉപദ്രവിച്ചിരിക്കുന്നത്. ഉമ്മയൊക്കെ ഉപദ്രവിച്ചതിന് ശേഷം പിന്നെയാണ് പോയി മദ്യപിച്ചിരിക്കുന്നത്. ഉമ്മ ആദ്യം പോലീസിനോട് മൊഴി നൽകിയപ്പോഴും ഈ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു, കട്ടിലിൽ നിന്ന് വീണെന്നാ പറയും. ഇപ്പോൾ റഹ്മാൻ അഫാന്റെ പിതാവ് അവരോട് ഇത് തന്നെയാണ് പറയുന്നത്, ഇത് തന്നെയാണ് അമ്മ പറയുന്നത്. അപ്പോൾ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സ്നേഹമുണ്ട്. അവർ തമ്മിൽ തെറ്റിയിട്ടില്ല. അവർ തമ്മിലുള്ള അവിടുത്തെ പ്രശ്നം എന്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മുടെ ഒരു പ്രശ്നമായി നമ്മളിപ്പോൾ പുറത്ത് കേൾക്കുന്നത്. പിന്നെ അച്ഛനും കൂടെ വന്നിട്ടുണ്ട്, ബാപ്പ വന്നിട്ടുണ്ട്. ബാപ്പയും കൂടി ഇത് മനസ്സ് തുറന്നാലേ നമുക്ക് ക്ലാരിറ്റി വരികയുള്ളൂ. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ അവർ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അവർ ഒന്നിച്ച് ആത്മഹത്യ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് അവർ ഒന്നിച്ച് ആത്മഹത്യ ശ്രമിച്ചു. അതവർ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ മാറി. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീകം കൂടെയാണ് നമ്മളത് മനസ്സിലാക്കുക. ആഗോളവൽക്കരണമൊക്കെ വന്ന് ലോകം മുഴുവൻ ഇങ്ങനെ തുറന്ന് വലിയ സംവിധാനം വന്നപ്പോൾ വലിയ വീടും വലിയ കാറും വലിയ സംവിധാനങ്ങളൊക്കെയാണ് ജീവിതം എന്നുള്ള വല്ലാത്തൊരു മോഹ വലയത്തിലാണ് നമ്മളെ കുട്ടികളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഉടൻ കിട്ടണം. ഇപ്പോൾ എന്തെങ്കിലും മൊബൈൽ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കിട്ടണം. അല്ലെ, പക്ഷേ ഇതിനിടയ്ക്ക് ഇതിനെ മറ്റൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ. മുൻകാലങ്ങളിലെല്ലാം അമ്മമാർ എപ്പോഴും മക്കളോടൊപ്പമായിരുന്നു, അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയുമായിരുന്നു, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വേഗതയുള്ള ഒരു ലോകമാണ്, ആർക്ക് സമയമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അമ്മയും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടികളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾ വഴിതെറ്റുന്നതെന്ന ചില ചർച്ചകളും ഉണ്ടാകും. അല്ല, അതിനകത്തൊരു മനഃശാസ്ത്ര പ്രശ്നമുണ്ടെന്നേ. ഈ പഴയ തലമുറയിൽപ്പെട്ടവർ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ആളുകൾ പോകുന്നതിന് മുമ്പ്, വിദേശ രാജ്യങ്ങളിൽ പോകുന്ന 70-കൾക്ക് മുമ്പ് എടുക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50 വയസ്സ് 60 വയസ്സൊക്കെ ആയ ആളുകളുണ്ടല്ലോ. 90-കൾക്ക് മുമ്പ് എടുക്കണം, 70 പോലെ. ഒരു 90-കൾക്ക് മുമ്പുള്ള ആളുകളെല്ലാം ദാരിദ്ര്യവും പട്ടിണിയും അറിഞ്ഞാണ് ജീവിച്ചത്. ഇപ്പം ഞാനുമൊക്കെ കുഞ്ഞുനാളിൽ ഞാനും നമ്മുടെ വീടും നാട്ടുകാരുടെ വീട്ടും എല്ലാം പട്ടിണി ദാരിദ്ര്യമൊക്കെ ഏതെങ്കിലും ദിവസമുണ്ട്, എല്ലാ ദിവസവും എല്ലാം കാണത്തില്ല. അങ്ങനെ അനുഭവിച്ച എന്നെപ്പോലുള്ള തലമുറ എന്തും വിചാരിക്കും? അതിപ്പോൾ ഈ ഉമ്മയൊക്കെ കരുതുക അങ്ങനെ ആയിരിക്കും. ഞങ്ങളെ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല. ഈ ഉമ്മ ഈ വളരെ സാമ്പത്തികമായ താഴെക്കിടയിൽ നിന്നും ഉയർന്നു വന്നതാണ്. അപ്പോൾ ഉമ്മ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പട്ടിണി കിടന്ന് താഴെക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു, എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ദുഃഖം അറിയാൻ പാടില്ല. അപ്പം
തനിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് സുഖം അനുഭവിക്കാൻ പറ്റാത്തത് ആരിലൂടെ അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് മാതാപിതാക്കൾ? മക്കളിലൂടെ. മക്കൾക്ക് സുഖം കൊടുത്തുകൊണ്ട് സന്തോഷം കൊടുത്തിട്ട് കാണാൻ നിൽക്കണം. അയ്യോ ഞാൻ പട്ടിണി കിടന്നു, എൻ്റെ മകൻ പട്ടിണി കിടന്നില്ല, അപ്പം എനിക്ക് സന്തോഷമാണ്, കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിച്ച രീതിയാണ്, ഒരു രീതിയാണ് അപ്പച്ചനമ്മമാർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വളർന്നു വന്നപ്പോൾ 1-2 കുട്ടികളെ ഉള്ളൂ വീട്ടിൽ. അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ്. എന്ത് കഷ്ടപ്പെട്ടിട്ട് അവരെ വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്നു, വലിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, അവർ ചോദിക്കുന്ന എല്ലാം കൊടുക്കണം. അപ്പോൾ ദുഃഖം എന്താണെന്ന് അറിയാതെയാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. 1. 2, സാരോപദേശ കഥകളൊന്നും കേൾക്കുന്നില്ല അവർ. പണ്ടാണെങ്കിൽ ഒരുപാട് ഗ്രീക്ക് കഥകൾ, അറബി കഥകൾ, ഒരുപാട് കഥകളൊക്കെ മഹാഭാരതം, രാമായണം ഒക്കെ വീടുകളിൽ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഇരുന്ന് പറയും. ഇന്ന് അങ്ങനെ ഒരു സംവിധാനമില്ല, വീടുകളില്ല, സ്കൂളുകളിലില്ല. അഖിലാണ്ട മണ്ടേല അണിയിച്ചൊരിക്കുന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടുമായിരുന്നു പണ്ട്. വന്ദേ മാതരം. സ്കൂളിൽ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ, മാതൃഭക്തി ഗാനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കും. മോറൽ സയൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ സ്കൂളുകളിൽ മോറൽ സയൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. അപ്പോൾ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? കുട്ടികൾക്ക് ഇപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ. ആ 21 വയസ്സെന്ന് പറഞ്ഞാൽ 2000-ലുണ്ടായ കുഞ്ഞാണ്, ഇപ്പോൾ 25 ആയി. 2002 ജനിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കുഴപ്പങ്ങളുടെയും സമൂഹത്തിൽ ജനിച്ചൊരു കുഞ്ഞാണത് അഫാൻ. അയാൾ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, വളരെ ചിരിച്ചുകൊണ്ടാണ് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളെല്ലാം വരുന്നത്. അപ്പോൾ വളരെ ഡൈനാമിക്കായ ചെറുപ്പക്കാരനെ അയാളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാന്ന്. ഇപ്പോൾ ഗഞ്ചാവും മയക്കുമരുന്ന് കിട്ടുന്നുണ്ട്, മുട്ടായുടെ രൂപത്തിൽ കിട്ടുന്നുണ്ട്. ഇന്നലെ ഞാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു 30 കിലോമീറ്ററിനകത്തുള്ള പോസ്റ്റുകൾ എണ്ണി വെച്ചിട്ട് ആ പോസ്റ്റിൻ്റെ അടുത്ത് ഇന്ന പോസ്റ്റ് നമ്പർ ഇത്രയും അടുത്ത് കൊണ്ടത് വയ്ക്കും. അതിൻ്റെ അടുത്തൊരു കാർഡ് കാണും. ഇപ്പോൾ നിങ്ങൾ വന്ന് എടുത്തോണം, എടുക്കുമ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടും. ഇത്ര അപ്പം കാരിയറൊന്നും വേണ്ട, കട വേണ്ട, കാരിയർ വേണ്ട, എന്ത് മതി? ഈ പോസ്റ്റിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കിട്ടും. മധുരത്തിൻ്റെ രൂപത്തിലാണ് കിട്ടുന്നത്, മുട്ടായുടെ രൂപത്തിലാണ് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, വേറൊരു പിതാവ് ഇന്നലെ ഈ ചാനലുകളിൽ വന്നിട്ട് 9 വയസ്സായ കുട്ടിയുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവ് പറഞ്ഞത് കാഡ്ബറീസിൽ പൊടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാഡ്ബറീസാണ് കൊടുക്കുന്നത്, മയക്കുമരുന്നല്ല. ആ കാഡ്ബറീസ് കഴിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് ഇതേപോലത്തെ കാഡ്ബറീസ് വേണം. അപ്പോൾ കാഡ്ബറീസിന് വരെ അടുത്ത് വരുന്ന പൊടിയാണ്. ജെംസ് മുട്ടായിൽ ഇത് ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ എത്ര വികലമായിട്ടാണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് മയക്കുമരുന്ന് കിട്ടുന്നത്, അവർക്ക് അറിയാതെ കിട്ടുന്നത്. കാഡ്ബറീസ് വാങ്ങിച്ച് ഇതിന് കുട്ടിയെ കുറ്റം പറയുന്നത് എങ്ങനെയാണ് നമ്മൾ? അല്ലെങ്കിൽ ഒരു മുട്ടായി വാങ്ങി കുട്ടി കഴിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കുറ്റം പറയുക? ആ മുട്ടായിൽ ഇത് പൊതിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏത് ലെവൽ വരെയും പോകാൻ സമൂഹം തയ്യാറാണ്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ കഞ്ചാവ് കച്ചവടമൊക്കെ നടത്തുന്നില്ല, അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽക്കുന്നതിൽ വലിയ റാക്കറ്റാണ്. അപ്പോൾ മയക്കുമരുന്ന് കിട്ടുന്നു, ഇത് കിട്ടുന്നു, മദ്യം കിട്ടുന്നു, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ. പിന്നെ നമ്മൾ ചാനലിലൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞാൽ കുറേ ചേട്ടന്മാരുണ്ട്, അതുകൂടെ പറയാതെ പോകാൻ പറ്റത്തില്ല. കുറേ ചേട്ടന്മാരുണ്ട്, മൈത്രേയൻ, പിന്നെ രവിചന്ദ്രൻ, ഡോക്ടർ വൈശാഖൻ, ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഡോക്ടർ ശ്യാംകുമാർ, TS ശ്യാംകുമാർ. ഇവരെല്ലാം എന്താണ് പറയുന്നത് സമൂഹത്തോട്? മുഴുവൻ നിഷേധമാണ് പറയുന്നത്. ഇവിടെ സ്ത്രീകൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ത്രീകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് മൈത്രേയനൊക്കെ പറയുന്നത്. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ധരിക്കുന്നത് ശരീരം എക്സ്പോസ് ചെയ്യാനാണ്, ശരീരം കാണിക്കാനാണ് എന്നൊക്കെ പറയുന്ന വളരെ വികലമായ ജീവിത കാഴ്ചപ്പാട്. കുടുംബം എന്തിനാ? കുടുംബം എന്തിനാ കല്യാണം കഴിക്കുന്നത്? ലിവിങ് ടുഗദർ പോലെ. എന്തിനാ ലിവിങ് ടുഗദർ? ഷർട്ട് മാറും പോലെ ഭാര്യമാരെ മാറിക്കൂടെ? എത്ര പെണ്ണുങ്ങളുമായി ലൈംഗിക ബന്ധം ആയിക്കൂടെ? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ ഇത് കണ്ട് വളരുന്ന, ഈ സോഷ്യൽ മീഡിയ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ, ഈ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്ന് പോലുള്ള സമൂഹത്തിൽ കിട്ടുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവർ? ഇത്തരക്കാർക്ക് ഈ കഞ്ചാവ് മാഫിയ ഫണ്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു അന്വേഷണം തന്നെ ആവശ്യമുണ്ട്. മാത്രമല്ല ഈ മുഖ്യധാര ചാനലുകൾ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നു. അവർ പലതിൻ്റെ പിറകെ അന്വേഷിച്ച് പോകാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ റൂട്ട് തേടി പോകാത്തത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ഇതിൻ്റെ റൂട്ട് ഉണ്ടായിരിക്കുമല്ലോ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വരേണ്ട കാലമായി. പണ്ടങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇൻവെസ്റ്റിഗേഷന്റെ ജേർണലിസം ഉണ്ടായിരുന്നു. അവസാനത്തെ കണ്ണിയിലേക്ക് എത്താൻ ഒരിക്കലും മാധ്യമങ്ങൾക്ക് കഴിയില്ല, ഒരിക്കലും കഴിയുന്നില്ല. അത്രയും വലിയ റാക്കറ്റ് ആയിരിക്കും, അത്രയും വലിയ റാക്കറ്റാണ്. അപ്പൊ അവരടുത്ത് എത്താൻ കഴിയുന്നില്ല. ഇത് കുഞ്ഞുങ്ങളുടെ ലാസ്റ്റ് ഇരിക്കപ്പെടുന്നതെല്ലാം ഒരു അവരെന്തായാലും ചെറിയ ശിക്ഷകൾ അവസാന കണ്ണികളോ ഒരു മിഡിൽ പാർട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ്. ബാക്കി ആരും കിട്ടുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സിഗരറ്റ് വലിക്കുന്നതാണ് സ്വാതന്ത്ര്യം, ആൺകുട്ടികൾ സിഗരറ്റ് വലിക്കണേ പെൺകുട്ടികളും കൂടെ വലിക്കുന്നതാണ് പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം, പുരുഷന്മാർ മദ്യപിക്കുകയാണെങ്കിൽ ഞങ്ങളും മദ്യപിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടല്ലോ. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിന് ഇണങ്ങിയ വസ്ത്രം ഇടുന്നതല്ല നല്ലത്, നിങ്ങൾ ഇടുന്ന വസ്ത്രം ഞാനും ഇടുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെ വളരെ വികലമായിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമത്തിലാണ് നമ്മൾ താമസം. പിന്നെ ആത്മീയത വേണ്ട, അമ്പലത്തിൽ പോകണ്ട, പള്ളിയിൽ പോകണ്ട, മതത്തെ എല്ലാം തള്ളിപ്പറയും നമ്മൾ. ശാസ്ത്രം 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 എന്താണ്? മനുഷ്യന് മാനുഷിക മൂല്യങ്ങൾ, സദാചാര ബോധം, സത്യം, ധർമ്മം, നീതി, അഹിംസ, ഇതൊക്കെ കൂടെയുള്ള മാനസിക തലമുണ്ട് ഓരോരുത്തർക്കും.
ഇത് കണ്ട് തന്നെ വളരണം കുട്ടികൾ. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സിലബസിലില്ല, നിയമത്തിലില്ല, നമ്മുടെ രാജ്യത്തില്ല. തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കുന്നു, കോളേജിൽ റാഗിങ് നടത്തുന്നവരെ രക്ഷിക്കുന്നു, അക്രമം നടത്തുന്നവർക്ക് പരിരക്ഷ കിട്ടുന്നു. കൊലപാതകം നടത്തിയപ്പോൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഇവിടെ പോയി. വേറൊരു പയ്യനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പേര് പോലും മറന്നു ഞാൻ. എഞ്ചിനീയറിംഗിൽ പഠിച്ച, പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചൊരു അമ്മ ഇവിടെ വന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയൊരു അമ്മ ഉണ്ടായിരുന്നല്ലോ. ആ കുഞ്ഞിൻ്റെ മരണമൊക്കെ എവിടെ പോയി? എവിടെ എന്ത് സംഭവിച്ചു? എന്തിനെങ്കിലും ഉത്തരവുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ഈ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇന്ന് 28 തോന്നുന്നു, നമ്മുടെ ഫെബ്രുവരി, ജനുവരി 1 മുതൽ ഈ 2025 58-60 ദിവസം 58-59 ദിവസം എടുത്തു കഴിഞ്ഞാൽ 30ഓളം കേസുകളാണ് ചെറുപ്പക്കാർ തൻ്റെ അമ്മയെയോ അച്ഛനെയോ കൊന്നിരിക്കുന്നത്. എന്നിട്ട് ഇവരെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ലഹരിക്കടിമ, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ മൊബൈൽ കിട്ടിയില്ല. ഒരമ്മയെ അടിച്ചു കൊന്ന, ഒരു പയ്യൻ അടിച്ചു കൊന്ന എന്താണ്? അമ്മ മൊബൈൽ വാങ്ങിച്ച് അച്ഛൻ്റെ കൊടുത്തു, അച്ഛൻ കൊടുത്തില്ല, അപ്പം അച്ഛൻ അടിച്ചു കൊല്ലുകയാണ്, അമ്മേൻ്റെ അച്ഛൻ അടിച്ചു കൊല്ലുകയാണ്. വേറെ കുഞ്ഞിനോട് അമ്മയെ കൊന്നിട്ട് പോലീസ് ചോദിച്ചപ്പോൾ അമ്മ എന്തിനെന്നെ ജനിപ്പിച്ചു എന്ന് ചോദിക്കുകയാണ്. എന്ത് തലമുറയാണിത്? എന്ത് ന്യൂജനാണിത്? കുറ്റം പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് മക്കളുണ്ട്, ന്യൂജൻ കുട്ടികളുണ്ട്, പറയാതിരിക്കാൻ പറ്റുമോ? എന്ത് കണ്ടിട്ടാണ് ഇവർ വളരുന്നത്? എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കുന്നത്? ഇവരെ നയിക്കുന്നത് ആരാണ്? ഞാൻ ഈ പറഞ്ഞ സോക്കാൾഡ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചേട്ടന്മാരോ? ജാതി സ്പർദ്ധയൊക്കെയല്ലേ പറഞ്ഞത്? പണ്ട് ബ്രാഹ്മണന്മാരും ശൂദ്രന്മാരും അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്താ വേണം? ഇപ്പോൾ എന്ത് വേണമെന്നതിന്? TS ശ്യാംകുമാർ, ഡോക്ടർ ശ്യാംകുമാർ, അയാൾ MPhil കഴിഞ്ഞു, PhD കഴിഞ്ഞ ആളാണ്. ഇന്ന് രാവിലെ ഞാനൊരു പോസ്റ്റ് കണ്ടു ഫേസ്ബുക്കിൽ കയറിയപ്പോൾ. ഇത്രയും വികലമായി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ജാതി സ്പർദ്ധ കൊണ്ടുവരുന്ന, കുഴപ്പങ്ങളിലേക്ക് ചിന്തിപ്പിക്കുന്ന, രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത തലമുറയെ സൃഷ്ടിക്കുന്ന, ഒന്നിനോടും താല്പര്യമില്ലാത്തൊരു പുതിയ തലമുറയെ സൃഷ്ടിക്കുകയാണ്. വലിയ അരാജകത്വമാണ്. അപ്പോഴും നമുക്ക് പ്രതീക്ഷയുള്ളത്, ഞാൻ അവസാനിപ്പിക്കുന്നു, അമ്മയിലാണ്. അമ്മ ആരെ തള്ളി പറയുന്നില്ല? മകനെ തള്ളി പറയുന്നില്ല. അത് അമ്മയുടെ ഒരു ഹൃദയമാണ്. അത് കാണാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം, പുതിയ തലമുറയ്ക്ക് കഴിയണം. ഈ അമ്മയുടെ ഹൃദയം കാണാൻ, അമ്മയുടെ മനസ്സ് കാണാൻ. അതാണ് പ്രധാനം, അതാണ് സന്ദേശം. ആ കൊലപാതകം എനിക്ക് സമൂഹത്തിന് നൽകുന്ന മറ്റേ കൊലപാതകമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ആ ഉമ്മയാണ്. അവരെയാണ് ആദരിക്കേണ്ടത്. ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. ഈ നിമിഷം വരെ അവർ തള്ളിപ്പറഞ്ഞില്ലല്ലോ. കട്ടിലിൽ നിന്ന് വീണു, മക്കളെവിടെ പറയുകയാണ്. വലിയ പ്രധാനമാണ് അവരുടെ മൊഴി, ജീവിച്ചിരിക്കുന്നവരുടെ മൊഴി. അതവർക്കറിയാം, എന്നിട്ടും അവരത് പറയുന്നില്ല. അതാണ് അമ്മ.